ഹായ് എവരി വൺ. ഇത് നമ്മുടെ തെലുഗു ക്ലാസിന്റെ 6ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2-2.5 ആഴ്ചയായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് തെലുഗു പഠിപ്പിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടില്ല. തെലുഗു മാത്രമൊന്നുമല്ല, കന്നഡയും മലയാളം പഠിക്കുന്ന വീഡിയോകളും അതേപോലെ വന്നില്ലായിരുന്നു. അപ്പം കുറച്ച് പേരൊന്നും ചോദിച്ചായിരുന്നു, തെലുഗു വീഡിയോ നിർത്തിയോ, ഇനി ഇല്ലേ എന്നൊക്കെ. ശരിക്കും ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു 2 ആഴ്ച, ഏകദേശം 2 ആഴ്ച. അവിടെ ഇന്റർനെറ്റ് ഇല്ല, റേഞ്ച് ഇല്ല, ഒരു പ്രോപ്പറായിട്ട് കറണ്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള 5 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ക്വിക്കായിട്ട് എന്തൊക്കെയായിരുന്നെന്ന്. 1ാമത്തെ വീഡിയോയിൽ ഞാൻ, നീ, നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു. 2ാമത്തെ വീഡിയോയിൽ തെലുങ്കിൽ എങ്ങനെ എണ്ണാം എന്ന് ഞാൻ പറഞ്ഞു തരികയായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവിടുത്തെ എന്റെ സ്പീഡ് കുറച്ച് കൂടുതലാണെന്ന് കുറച്ച് ഇത് പറയുന്നുണ്ട്. കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ. 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും വീഡിയോകൾ തെലുങ്കിലെ കുറച്ച് ക്രിയാപദങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. ചെയ്യുക, വരുക, പോവുക, അല്ലെങ്കിൽ കുളിക്കുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, കുടിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. അപ്പോ ഞാൻ കന്നഡ പഠിപ്പിക്കുന്ന വീഡിയോകൾ തുടങ്ങിയ ടൈമിൽ കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ചുമ്മാ ഈ വാക്കുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒരു ഭാഷ. ശരിയാണ്. പക്ഷേ ഒരു സെന്റൻസ് ഫോർമേഷൻ, ഗ്രാമർ, വ്യാകരണം, എങ്ങനെയാണ് വാക്കുകൾ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കി പറയാം എന്നൊക്കെ പറഞ്ഞു തരുന്നതിന് മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്രിയകളുണ്ട്. അപ്പം കുളിക്കുന്നതിനെ, ചാടുന്നതിനെ, ഓടുന്നതിനെ, പാടുന്നതിനെ, നോക്കുന്നതിനെ, കാണുന്നതിനെ, ഓർക്കുന്നതിനെ, മറക്കുന്നതിനെ ഒക്കെ എങ്ങനെ പറയാമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മൾ ചുമ്മാ വാക്യ ഘടന അല്ലെങ്കിൽ സെന്റൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതേ മെത്തേഡാണ് എവിടെയും ഫോളോ ചെയ്യുന്നത്. കന്നഡ പഠിപ്പിക്കുന്ന കാലത്ത് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞിരുന്നു. അത് സ്റ്റാർട്ടിങ് ആയിരുന്നുകൊണ്ട്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഫോർവേഡ് ആയിട്ട് മുൻപിലോട്ട് പോകേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം നമുക്ക് കുറച്ച് ക്രിയകളങ്ങ് പഠിക്കാം. 30 ക്രിയകൾ ഓൾറെഡി കഴിഞ്ഞു. ഇന്നൊരു 10 എണ്ണം, 12 എണ്ണം. ഓക്കെ, 12 ക്രിയകൾ എങ്ങനെയാണ് തെലുങ്കിൽ പറയാൻ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം എനിക്ക് ഒരൊറ്റ വീഡിയോ കൂടിയേ ഉണ്ടാകത്തുള്ളൂ ക്രിയകളെ പറ്റി പറയുന്നതിന്. അതിനുശേഷം നമുക്ക് നേരെ സെന്റൻസുകളിലേക്കും സംഭാഷണങ്ങളിലേക്കും നമുക്ക് പോകാം. ഓക്കെ. അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 10 എണ്ണം. അതിന് മുൻപ് പറഞ്ഞ ക്രിയകൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ തന്നെ എന്റെ വീഡിയോ തന്നെ കണ്ട് എഴുതിയെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. രാ, പോ, വെള്ളു, വെള്ളിപ്പോ, ചെയ്, ചെപ്പു, അടുകു, വിനു, ചതുവു അല്ലെങ്കിൽ ചതുക്കോ, രായി, രായു അല്ലെങ്കിൽ രാഷ്കോ, നേർച്ചുക്കോ, തിന്നു, ഭോജനം ചെയ്, താഗു, ഇവ്വു, സഹായം ചെയ്, പണി ചെയ്, പ്രാർത്ഥിച്ചു, നിംചോ, കുറിച്ചോ, തീ, മുയ്. പിന്നെ മാట్లాడు, സ്നാനം ചെയ്, ആട്ലാടു, പടുക്കോ, ലേയ്, വണ്ട ചെയ്, പരിഗെത്തു, പാറിപ്പോ, പാടു, ചൂടു. ഇത്രയും 30 ക്രിയകളാണ്. 30 അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 10 32 ക്രിയകളെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്ന് വേറൊരു 12 എണ്ണം, 10 എണ്ണം വീതമാണ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ചില ക്രിയകൾ പറയുന്ന നേരത്ത് അതിന്റെ ഒപ്പം ഉപയോഗിക്കേണ്ട ക്രിയകളുണ്ടല്ലോ, അതും കൂടി കൂട്ടുമ്പോഴാണ് ഈ 10 ക്രിയകളും കുറച്ചുകൂടി കൂടുതലായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി ഇന്നത്തെ 10 ക്രിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 12 ക്രിയകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ ഒരു ക്രിയ. ഈ ക്രിയ ആദ്യം എന്താണ് ഞാൻ തെലുങ്കിൽ പറയാം, എന്നിട്ട് അതിന്റെ അർത്ഥം പറയാം. ഈ ക്രിയ ഇങ്ങനെയാണ്, ഉണ്ടു. ഓക്കെ. ഉണ്ടു എന്നതിന് കൃത്യമായിട്ടൊരു മലയാളത്തിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കന്നഡയിൽ ഞാൻ പറഞ്ഞു തന്ന ടൈമിൽ ഞാൻ പറഞ്ഞ ഇരു എന്ന് പറഞ്ഞ വാക്ക്. ഇരു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ആരെങ്കിലും നമ്മളെ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ നമ്മളെ ഫോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിക്ക് 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 എന്ന് പറയാറില്ലേ, അതാണ് ഈ കന്നഡയിലെ ഇരു, തെലുങ്കിലെ ഉണ്ടു. ഓക്കെ. നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 അർത്ഥമുണ്ട് മലയാളത്തിൽ. 1 എഴുന്നേറ്റ് നിൽക്കാനും, 2 എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തോ മറ്റൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നത്, ശല്യപ്പെടുത്തി നമ്മൾ നിർത്താനായിട്ട് നിൽക്ക് നമ്മൾ പറയില്ലേ, ആ നിക്ക് എന്ന് പറഞ്ഞ അർത്ഥമാണ് ഇവിടെ. ഓക്കെ. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ അർത്ഥമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് വെയിറ്റ് ചെയ്യുന്നതിന് വേറെ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ കാത്തിരിക്കൂ എന്നതിന് വേറെ അർത്ഥമുണ്ട്. അപ്പൊ ഈ ഉണ്ടു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ. ഉണ്ടു എന്ന് പറഞ്ഞാൽ നിക്ക് നിക്ക് എന്ന്. പക്ഷേ ഈ ഉണ്ടു എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കാരണം ഉണ്ടു എന്ന് പറഞ്ഞ് ഉണ്ടു എന്നതിന് വേറെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പം എന്താണ് ഈ ഉണ്ടായിരിക്കുക എന്നതിന് പ്രോപ്പറായി
സെന്റൻസ് വെച്ച് ഒരു വാക്യങ്ങൾ വെച്ച് ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഉണ്ടു എന്ന് പറഞ്ഞ വാക്ക്. പക്ഷെ ഇപ്പൊ ഉണ്ടു എന്ന് പറഞ്ഞ് ഇത്രയും മനസ്സിലാക്കോ, നിക്ക്, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിയട്ടെ എന്നാണ്. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കാണ് ഉണ്ടണ്ടി. ഓക്കെ, എല്ലാവരും കന്നഡക്കാർ എപ്പോഴും തെലുങ്കന്മാർ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഉണ്ടു ഉണ്ടു അല്ലെങ്കിൽ ഉണ്ടണ്ടി. വെയിറ്റ് ചെയ്യും, ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിയട്ടെ. ഓക്കെ, അപ്പം നീവുണ്ടു, ഞാൻ പറഞ്ഞു നീവു എന്നധികം ഉപയോഗിക്കാറില്ല. സംസ്ഥാന ഭാഷയിൽ നുവ്വു എന്നാണ് പറയുന്നത്. നീവു എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ നമ്മൾ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ മലയാളികളാണ് അല്ലെങ്കിൽ തെലുങ്കന്മാരല്ല എന്ന്. ഓക്കെ, കാരണം തെലുങ്കന്മാരെപ്പോഴും നുവ്വു എന്നേ പറയുള്ളൂ. അത്രയും ആത്മബന്ധം ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, അത്രയും ആത്മാർത്ഥമായ ഫ്രണ്ട്സ് ആണെങ്കിൽ നുവ്വു എന്ന് പറയുള്ളൂ. നുവ്വുണ്ടു, നീ നിക്ക്, നീ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ മീരു ഉണ്ടണ്ടി. ഓക്കെ, നുവ്വുണ്ടു, മീരു ഉണ്ടണ്ടി. ഓക്കെ, അടുത്ത വാക്ക് പെട്ടു. ഓക്കെ, ഞാൻ മലയാളം അർത്ഥം പറയാമായിരുന്നു. മലയാളത്തില് വെക്കി അല്ല ഇട് എന്ന് പറഞ്ഞ വാക്കാണ് പെട്ടു എന്ന് തെലുങ്കിൽ പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി ഇടണമെങ്കിൽ ഇട് എന്ന് പറയുന്ന വാക്കാണ് പെട്ടു. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നത് പെട്ടണ്ടി. അപ്പം നുവ്വു പെട്ടു അല്ലെങ്കിൽ മീരു പെട്ടണ്ടി. ഓക്കെ, ഇനി അടുത്ത വാക്ക് തെലുങ്കില് ശരിക്കും ഈ പെട്ടു എന്ന് പറഞ്ഞ വാക്കിനോട് അനുബന്ധപ്പെട്ടൊരു വാക്കാണ്. മലയാളത്തിൽ നമുക്ക് രണ്ട് വാക്കുകളാണ്. ഒന്ന് ഇട്, രണ്ടാമത് വെക്കി. ഇട് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ പറയില്ലല്ലോ, മുട്ട കൊണ്ടുപോയി അവിടെ ഇട് നമ്മൾ പറയാറില്ല. കാരണം മുട്ട ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, നമുക്കറിയാം. പക്ഷെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത സാധനങ്ങൾ, പൊട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഇട് എന്ന് പറയും. വെക്കുന്നതാണെങ്കിൽ, അതായത് പൊട്ടുന്ന സാധനങ്ങളാണ്, നമ്മൾ പറയും വെക്കാൻ പറയും. അപ്പം ഇട് എന്ന് പറയാനായിട്ട് പെട്ടു പെട്ടണ്ടിയാണ്. വെക്കി എന്ന് പറയാനായിട്ട് തെലുങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പതുക്കെ കൊണ്ടുപോയി ഇട് എന്നാണ് ആ വാക്ക്. പതുക്കെ എന്നതിന് തെലുങ്കിൽ പറഞ്ഞാണ് മെല്ലക. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു മലയാളവും തമ്മിൽ നല്ല ബന്ധമുണ്ട്, നല്ല സാമ്യമുണ്ട്. മെല്ലെ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മലയാളത്തിലെ അതാണ് ഈ മെല്ലക. ഓക്കെ, പതുക്കേനെ എന്ന് നമ്മൾ പറയില്ലേ, പറയില്ല അല്ലേ, പറയും. അതാണ് ഈ മെല്ലക. മെല്ലക പെട്ടു എന്ന് വെച്ചാൽ പതുക്കെ കൊണ്ടുപോയി ഇടാനല്ല, അതിന്റെ അർത്ഥം വെക്കി എന്നാണ്. ഓക്കെ, അപ്പം പെട്ടു എന്ന് വെച്ചാൽ ഇട്, പെട്ടണ്ടി ബഹുമാനം കൊടുത്ത് പറയുന്നത്. ഇനി മെല്ലക പെട്ടു, വെക്കി അല്ലെങ്കിൽ പതുക്കെ ഇട്, മെല്ലക പെട്ടണ്ടി. മനസ്സിലായാലോ, 3 വാക്കായി. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റ് ചെയ്യി അല്ലെങ്കിൽ കാത്തിരിക്കി എന്ന് പറയുന്നതിന് ഒരു വാക്കുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഇത് കാത്തിരിക്കുകയല്ല, നിൽക്ക്, വെയിറ്റ് ചെയ്യി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ആ വാക്കാണ് ആകു. ബഹുമാനം കൊടുത്ത് പറയേണ്ടത് ആഗണ്ടി. ഓക്കെ, ആകു, ആഗണ്ടി. അടുത്ത വാക്ക് കുറച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കന്നഡയിലും തെലുങ്കിലും ഈ വാക്കുകൾ, കന്നഡയിൽ ഇതിനെ ഹാക്കു എന്നാണ് പറയുന്നത്. ഹാക്കു, ഞാൻ കന്നഡ പറയുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ കന്നഡ ക്ലാസ് കാണാതെ വെറും തെലുഗു മാത്രം കാണുന്നവരാണെങ്കിൽ ഇതിന് കുറച്ച് എക്സ്പ്ലനേഷൻ വേണം. അല്ലെങ്കിൽ ഹാക്കു എന്ന് പറയുന്നത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന്. മലയാളത്തില് നേരെ തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം വരുന്നത് ആക്ക് എന്നാണ്. നമ്മൾ ഈ ആക്ക് എന്ന് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്? നമ്മളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ എന്നെ തന്നെ ആക്കണം എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. പക്ഷേ ഈ ആക്ക് എന്ന് പറയുന്നതിന് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്തൊക്കെയാണ് നമുക്ക് ആക്കാൻ പറ്റുന്നത്? ഓക്കെ, ഭക്ഷണം ഇപ്പം ആരെങ്കിലും വിളമ്പുകയാണെങ്കിൽ, ഓക്കെ, അതിനെ കന്നഡയിൽ ശരിക്കും ബടച്ചു എന്ന് പറഞ്ഞ വാക്ക് ഓൾറെഡി ഉണ്ട്. ബടച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണം വിളമ്പി തരാനാണ്. പക്ഷേ അതല്ലാതെ വേറൊരു വാക്കാണ് ഹാക്കു, ഊട്ട ഹാക്കു. ഓക്കെ, അതേപോലെ തന്നെ തുണി, വസ്ത്രം ധരിക്കുന്നതിന് ധരിച്ചു എന്ന് പറഞ്ഞ വാക്ക് ഓൾറെഡി ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് ഭയങ്കര സാഹിത്യ ഭാഷയാണ്. നമ്മുടെ മലയാളത്തിലും ധരിക്കി എന്ന് പറഞ്ഞല്ലേ, തുണി ധരിച്ചു കൊണ്ടുവരിക എന്ന് നമ്മൾ ആരോടും പറയാറില്ല. ഓക്കെ, എന്ത് വസ്ത്രമാണ് ധരിച്ചത് നമുക്ക് ചോദിക്കാം. പക്ഷെ തുണി ഇടുക അല്ലെങ്കിൽ തുണി ഉടുക്കുക എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരേ അർത്ഥത്തിൽ പല വാക്കുകളുണ്ട്. അതേപോലെ ഒരു വാക്കാണ് കന്നഡയിൽ ഹാക്കു. ഓക്കെ, ഊട്ട ഹാക്കു എന്ന് വെച്ചാൽ ഭക്ഷണം വിളമ്പ്. ബട്ടെ എന്നാണ് തുണി പറയുന്നതിന് ഈ കന്നഡയിൽ. ബട്ടെ ഹാക്കു എന്ന് വെച്ചാൽ
തുണി വിളമ്പാനല്ല, തുണി ഇടാനാണ്. അതേപോലെ തന്നെ ഉള്ള തെലുങ്കിലൊരു വാക്കാണ് എന്താ ഞാൻ പറഞ്ഞില്ലല്ലേ, വെയ്. വെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആക്ക് എന്നാണ് അർത്ഥം. പക്ഷെ ഈ ആക്കിന് പല അർത്ഥങ്ങളുണ്ട്. പല അർത്ഥങ്ങൾ എന്ന് വെച്ചാൽ എന്ത് അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ഭക്ഷണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയമാവാം, തുണിയാവാം. തുണിക്ക് കന്നഡയിൽ തെലുങ്കിൽ പറയുന്നത് ബട്ടലു എന്നാണ്. ബട്ടലു വെയ് എന്ന് വെച്ചാൽ തുണി ഇട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഭക്ഷണം. ഇനി എന്തെങ്കിലും ഒഴിക്കാനും ഈ വെയ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും ഒഴിക്കല്ല, വെള്ളം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദ്രാവകങ്ങൾ ഒഴിക്കാനും വെയ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. അപ്പം വെയ് എന്നതിന് കൃത്യമായിട്ട് മലയാളത്തിൽ ഒറ്റ വാക്കായിട്ടില്ല. പല സാഹചര്യങ്ങളിൽ പല അർത്ഥം വരുന്ന വാക്കുകളിലൊന്നാണത്. ഇംഗ്ലീഷിലും അതുപോലെ വാക്കുകളൊക്കെ ഉണ്ട്. പുട്ട് എന്ന് പറഞ്ഞ വാക്ക് ഇടുക അല്ലെങ്കിൽ വെക്കുക എന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പുട്ട് ഓൺ, പുട്ട് അണ്ടർ, പുട്ട് ഓഫ്, പുട്ട് ബൈ, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഇൻ, പുട്ട് ഓൺ എന്നൊക്കെ പറയുന്ന നേരത്ത് നമ്മൾ അതിന് വേറെ വേറെ അർത്ഥങ്ങൾ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞ വാക്ക് SET, അതിനും കുറെ അർത്ഥങ്ങളുണ്ട് സാഹചര്യം അനുസരിച്ച്. അപ്പൊ അതേപോലെ സാഹചര്യം അനുസരിച്ച് മാറി മാറി വേറെ വേറെ അർത്ഥങ്ങൾ വരുന്ന ഒരു വാക്കാണ് വെയ്. വെയ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോടോ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നതാണ്. ഇനി മുതിർന്നവരോട് പറയാനായിട്ട് വെയ്യണ്ടി എന്ന് വേണം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒഴിക്കുക എന്നതിന് കൂടി നമ്മൾ ഈ വെയ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും. പക്ഷേ ഒഴുക്കി എന്ന് പറയുന്നതിന് വേറൊരു വാക്ക് കൂടിയുണ്ട്. അതാണ് നമ്മുടെ എത്രാമത്തെ വാക്കാണിത്? 1 2 3 4 5 6ാമത്തെ വാക്ക്. യെസ്, 6ാമത്തെ വാക്ക് അതാണ് പൊയ്. ഓക്കെ, അപ്പം വെയ്, പൊയ്. പൊയ് എന്നത് ഒഴിക്കുക മാത്രമാണ്. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് പൊയ്യണ്ടി. ഓക്കെ, പൊയ്യണ്ടി. അപ്പം 6 വാക്കുകൾ കഴിഞ്ഞു. ഇനി 7ാമത്തത് അടിക്കി എന്ന് പറഞ്ഞ വാക്കാണ്. ഓക്കെ, തല്ലുക അല്ലെങ്കിൽ അടിക്കുക. ഇതിന് തെലുങ്കിൽ പറയുന്നതാണ് കൊട്ടു. മലയാളത്തിലും ഒരു കൊട്ട് കൊടുക്ക് എന്ന് നമ്മൾ പറയുന്ന നേരത്ത് ആ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കൊട്ട് എന്നാണല്ലോ, തല്ലുന്നാണല്ലോ. പക്ഷെ കൊട്ടണം അല്ലെങ്കിൽ എന്നെ കൊട്ട് നമ്മൾ പറയാറില്ല. കോമഡി ആയിട്ട് പറയാറുണ്ട്. പക്ഷെ എന്നെ തല്ല്, അവനെ തല്ല് എന്ന് പറയും. അവനെ കൊട്ട് എന്ന് പറയാറില്ല. അവരിട്ട് കൊട്ട് കൊടുക്ക് അല്ലെങ്കിൽ അവനിട്ടൊന്ന് കൊട്ട് എന്ന് നമുക്ക് വേണം പറയാം. ആ വാക്കാണ് തെലുങ്കില് കൊട്ടു. ബഹുമാനം കൊടുത്ത ആരെങ്കിലും തല്ലിയാലും എന്ന് പറയില്ല, എന്ന് ബൈ ചാൻസ് പറയണമെങ്കിലുള്ള വാക്കാണ് കൊട്ടണ്ടി. ഓക്കെ, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോ ഞാൻ പറഞ്ഞു ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനുണ്ട് ഡം എന്ന് പറഞ്ഞ വാക്ക് ചേർത്താൽ മതി. ഞാൻ മുൻപ് പറഞ്ഞായിരുന്നു രാവടം, പോവടം, വെള്ളടം, ചെയ്യടം, ചെപ്പടം, അടുകടം, വിനടം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെയും കൊട്ടടം, നേരത്തെ പറഞ്ഞ പൊയ്യടം, വേയടം, ആകടം, പെട്ടടം, ഉണ്ടടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. കുറെയൊക്കെ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ കമന്റ് ബോക്സിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങുന്ന ടൈമിലല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ. ഓക്കെ, അപ്പം കൊട്ടു, കൊട്ടണ്ടി പറഞ്ഞല്ലോ. അടുത്ത വാക്ക് 8ാമത്തെ വാക്കാണ്. ഞാനത് പറയാൻ കാരണം ഞാൻ പകല് കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കാണുന്ന നേരത്തെ തന്നെ, നിങ്ങളുടെ മെസ്സേജ് കാണുന്ന നേരത്തെ തന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത വാക്ക് വിളിക്കി എന്ന് പറയാനായിട്ട്. വിളിക്കി എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് പിലുവു. ഓക്കെ, ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കാണ് പിലുവണ്ടി. ഓക്കെ, പിലുവണ്ടി. അതിന് അധികം എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് തോന്നുന്നു, ക്ലിയർ ആണ്. ഇനി 9ാമത്തെ വാക്ക് പിടിക്കി എന്ന് പറയാനാണ്. പിടിക്കി എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 തരത്തിലുള്ള പിടിക്കലുണ്ട്. മലയാളത്തിൽ 2നും കൂടി ഒന്നേ ഉള്ളൂ. പിടിക്കുക, പിടിച്ചുകൊണ്ട് നിൽക്കുക, അതും പറയും. ഒന്ന് ക്യാച്ച്, മേളിൽ നിന്ന് എന്തെങ്കിലും പൊങ്ങി വരികയാണെങ്കിൽ അതിന് നമ്മൾ പിടിക്കുന്നതിന് ക്യാച്ച് എന്ന് പറയും. അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക, അതിനെ ഹോൾഡ് എന്ന് പറയും. ഞാൻ കന്നഡ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പിടിക്കി എന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും മേളിൽ നിന്ന് ഉയർന്നു വരുന്നത് പിടിക്കി എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ്. ആ വാക്കാണ് പട്ടുക്കോ. ഓക്കെ, പട്ടുക്കോ. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് പട്ടുക്കോണ്ടി. ഓക്കെ, ഈ പട്ടുക്കോ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കോ എന്ന് പറഞ്ഞ വാക്ക് കുറെയൊക്കെ ക്രിയകളുടെ ഒപ്പം നമുക്ക് ചേർക്കാം. ഒരു ഉദാഹരണമായിട്ട് ആദ്യത്തെ വീഡിയോയിൽ 3 ക്രിയകൾ ഞാൻ പറഞ്ഞത് ചതുവു എന്ന് പറഞ്ഞ വാക്കാണ്. ചതുവു എന്ന് പറഞ്ഞാല് വായിക്കുക എന്നാണ്. ചതുക്കോ എന്ന് വേണമെങ്കിൽ പറയാം. എഴുതു എന്ന് തെലുങ്കിൽ പറയുന്നത് രായു എന്നാണ്. ഇതിനെ രാസ്കോ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, പിന്നെ നേർച്ചുക്കോ. അപ്പൊ ഇതിനെല്ലാം കോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. ഓക്കെ,
ഇത് ബഹുമാനം കൊടുത്ത് പറയേണ്ടതല്ല, ബഹുമാനം കൊടുത്ത് പറയേണ്ട വേറെയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു വാക്കാണ് പട്ടുക്കോ. ഓക്കെ, അപ്പം പട്ടുക്കോ എന്ന് പറയുന്ന നേരത്ത് ഇതിന്റെ ബഹുമാനപൂർവ്വം പറയുന്നതാണ് പട്ടുക്കോണ്ടി എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഇത് പിടിച്ചുകൊണ്ടിരുന്നാലും പിടിച്ചാലും. ഓക്കെ, അടുത്ത ഒരു വാക്ക് കൂടി, അതായത് 10ാമത്തെ വാക്കാണ്. അതിനുശേഷം 11ഉം 12ഉം അതിനോട് അനുബന്ധപ്പെട്ട വാക്കുകളാണ്. 10ാമത്തെ വാക്ക് എടുക്ക് എന്ന് പറഞ്ഞ വാക്കാണ്. തെലുങ്കില് എടുക്ക് എന്ന് പറയാനായിട്ട് കന്നഡയിൽ തഗോ എന്നാണ്. ഓക്കെ, ത എന്ന് പറഞ്ഞ വാക്കിലാണ് തുടങ്ങുന്നത്. തെലുങ്കിലും ത വെച്ചാണ്. തീസ്കോ എന്നാണ് ആ വാക്ക്. തീസ്കോ ബഹുമാനം കൊടുത്ത് മുതിർന്നോട് പറയാനായിട്ട് തീസ്കോണ്ടി എന്ന് വേണം പറയാം. തീസ്കോ, തീസ്കോണ്ടി. ഇനി ഞാൻ പറഞ്ഞു 11ാമത്തെയും 12ാമത്തെയും ഇതിനോട് ബന്ധപ്പെട്ട വാക്കുകളാണ്. അത് 1 എടുത്തുകൊണ്ട് വാ, 2 എടുത്തുകൊണ്ട് പോ. ഓക്കെ, എടുക്ക്, എടുത്തുകൊണ്ട് വാ, എടുത്തുകൊണ്ട് പോ, 3ഉം ബന്ധപ്പെട്ട വാക്കുകളാണല്ലോ. കന്നഡയിൽ ഞാൻ പറഞ്ഞു തഗോ എന്നാണ് ആ വാക്ക്. എടുക്ക്. തകൊണ്ടു ബാ എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വാ. തകൊണ്ടു ഹോഗു എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോ. അപ്പോ എല്ലാ ഭാഷയിലും വാ എന്നതും പോ എന്നതും എടുക്കുന്ന വാക്കിന്റെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ അതായി. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമുക്ക് തെലുങ്കിൽ അറിയാം വാ എന്ന് പറഞ്ഞാൽ നമുക്ക് രാ എന്നാണ്, പോ എന്ന് പറയാനായിട്ട് പോ ആണ്. പോ, വെള്ളു, വെള്ളിപ്പോ, 3 വാക്കുകളുണ്ട്. അപ്പൊ ഇവിടെ എടുത്തുകൊണ്ട് വാ എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയണം തീസ്കൊരാ. ഓക്കെ, തീസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എടുക്കുന്നതാണ്. തീസ്കോര, അതിന്റെ ഒപ്പം ആ തീസ്കോ എന്നതിനെ നമ്മൾ രൂപമാറ്റം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ ഉപയോഗിക്കാം. പിന്നെ രാ എന്ന് ഉപയോഗിച്ചാൽ തീസ്കോര. ബഹുമാനം കൊടുത്ത് പറയാനായിട്ട് തീസ്കോരണ്ടി. ഓക്കെ, തീസ്കോരണ്ടി, തീസ്കോര. ഇനി എടുത്തുകൊണ്ട് പോ എന്ന് പറയാനായിട്ട് തീസ്കോ പോ എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോ. ഇതിന്റെ ബഹുമാനം കൊടുത്ത് തീസ്കോ പോണ്ടി എന്ന് വേണം പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. എല്ലാ വാക്കുകളും 12 വാക്കുകളും ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാം. നമ്മളിന്ന് പഠിച്ച വാക്കുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഉണ്ടു എന്ന് വെച്ചാൽ നിൽക്ക്, വെയിറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ ചെയ്തു തരട്ടെ എന്നുള്ള അർത്ഥത്തിൽ ബഹുമാനം കൊടുത്ത് പറയുന്നത് ഉണ്ടണ്ടി. 2ാമത്തെ വാക്ക് ഇട്. ഇട് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് പെട്ടു. ബഹുമാനം കൊടുത്ത് പറയുന്നത് പെട്ടണ്ടി. 3ാമത്തെ വാക്ക് വെക്കി അല്ലെങ്കിൽ പതുക്കെ വെക്കി എന്ന് പറയാനായിട്ട് മെല്ലക പെട്ടു, മെല്ലക പെട്ടണ്ടി. 4ാമത്തെ വാക്ക് വെയിറ്റ് ചെയ്യ്, കാത്തിരിക്കി എന്ന് പറയുന്നത് ആകു എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യ്. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നത് ആകണ്ടി. 5ാമത്തത് ഹാക്കു എന്ന് ഞാൻ കന്നഡയിൽ പറഞ്ഞ അല്ലെങ്കിൽ പല അർത്ഥങ്ങൾ കൈമാറി വരുന്ന ഒരു വാക്കാണ് വെയ് എന്ന് പറഞ്ഞ വാക്ക്. ബഹുമാനം കൊടുത്ത് പറയുന്നത് വെയ്യണ്ടി. അടുത്ത് ഒഴുക്കി എന്ന് പറയാനായിട്ട് പറയുന്ന വാക്കാണ് പൊയ്. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് പൊയ്യണ്ടി. പിന്നത്തെ വാക്ക് അടിക്കി അല്ലെങ്കിൽ തല്ല് അല്ലെങ്കിൽ കൊട്ട് എന്നുള്ള അർത്ഥമാണ്. തെലുങ്കിൽ പറയുന്നതാണ് കൊട്ടു. ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് കൊട്ടണ്ടി. അടുത്ത വാക്ക് വിളിക്കി. വിളിക്കി എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് പിലുവു. ബഹുമാനം കൊടുത്ത് പറയുകയാണെങ്കിൽ പിലുവണ്ടി. പിടിക്കി എന്ന് പറയാനായിട്ട് പറയുന്ന വാക്കാണ് പട്ടുകോ. ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് പട്ടുകൊണ്ടി. പിന്നെ അവസാനത്തെ വാക്ക് എടുക്ക് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് തീസ്കോ. ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് തീസ്കോണ്ടി. ഇനി എടുത്തുകൊണ്ട് വാ എന്ന് പറയാനായിട്ട് തീസ്കോരണ്ടി, തീസ്കോര. ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് തീസ്കോരണ്ടി. അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോ എന്ന് പറയാനായിട്ട് തീസ്കോ പോ. പിന്നെ ബഹുമാനം കൊടുത്ത് പറയുന്നത് തീസ്കോ പോണ്ടി. ഓക്കെ, ഇത്രയും വാക്കാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. പരമാവധി എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഇത്രയും പറയുന്നുള്ളൂ. Love you all. See you all in the next video. Bye.